ഒന്ന് മുത്തങ്ങ ഫോറസ്റ്റ് സഫാരിക്ക് ഒന്ന് പോയി വന്നാലോ? നമ്മൾ സഫാരി വണ്ടി കയറിയിട്ട് നമ്മൾ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി വരാം. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം സഫാരിയിലെ പോയിന്റിലെത്തി. ശരിക്കും ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അവിടെ രാവിലെ തന്നെ ഈ ആനിമൽ ക്രോസിംഗ് എല്ലാം കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ പോയതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് മുത്തങ്ങ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിനെ കുറിച്ച് ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ കയറി ഒരു ചൂടുള്ള ചായ അങ്ങ് കുടിച്ച് അപ്പോഴേക്കും നമ്മളിവിടെ സഫാരിക്കുള്ള ഫസ്റ്റ് ടീം പോയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ടീമിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെറിയൊരു പാർക്കുണ്ട്, അവിടേക്ക് ഒന്ന് കയറി ഇറങ്ങി ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് തൊട്ട ബാക്കിലായിട്ട് നല്ലൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയ സമയത്ത് തന്നെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഒരു 2 ആട്ടൊക്കെ ആടി. നല്ല ഹൈറ്റുള്ള ഊഞ്ഞാലായതുകൊണ്ട് ചുമ്മാ ഒന്ന് കയറി വന്നപ്പോൾ തന്നെ നല്ല രീതിയിലാടി. അപ്പോഴാണ് ഞങ്ങൾ പുറകിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു കൂട്ടം മാന്. ഏറ്റവും അടുത്ത് മാനുകൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ അവിടേക്ക് ഒന്ന് പോയി നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ മാനുകളെ കൂട്ടം തന്നെയാണ് അവിടെ ഉള്ളത്. വളരെ അടുത്ത് കാണാൻ പറ്റും. ഒരു കുറേ ഇതാണ് കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് വിട്ട് പോവുകയാണ്. പിന്നെ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്രയ്ക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഫോറസ്റ്റിനുള്ളിൽ നിന്നുള്ള സൂര്യോദയം കാണുന്നു. സൂര്യോദയം കണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി ഞങ്ങളിങ്ങനെ ഉള്ളോട്ട് നോക്കുന്ന സമയത്താണ് നമ്മളൊരു നിഴൽ പോലെ ഒരു സംഭവം കാണുന്നത്. നോക്കുമ്പോൾ ആനകൾ അവിടെ നിന്നിട്ട് കുളിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സംഭവം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അവിടുത്തെ താപ്പാനയായിട്ടുള്ള കോന്നി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയാട്ടോ ആ കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത് പോയി കാണാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും നമ്മളെ വണ്ടി പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് കേട്ടോ നമ്മൾ കാട് കാണാൻ പോകുന്ന വണ്ടിയാണിത്. മുത്തങ്ങ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിന്ന് എഴുതിയിട്ടുള്ള വണ്ടികളാണ്. അപ്പം ഇതിൽ ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പിൽ ഒരു ടീമാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ ബസ്സിൽ പോകാൻ പറ്റും കേട്ടോ. സീറ്റ് നമ്പറൊക്കെ ബുക്കിങ്ങിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരക്ക് പിടിച്ച് ഉള്ളിൽ കയറി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അലോട്ട് ചെയ്ത സീറ്റിലിരിക്കാം. നേരെ കാടിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, അങ്ങനെ കാടിൻ്റെ ഉള്ളിലത്തെ സൂര്യോദയമൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾക്കൊരു ഇതിൽ ടീമുകളൊക്കെ ചോദിക്കുന്നുണ്ട്, മൃഗങ്ങളെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു തടാകം പോലത്തെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പം കഴുകന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കഴുകന്മാരുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എത്രയോ ഒരു 4-5 വെറൈറ്റി കഴുകന്മാർ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തോ ചത്തജീവിനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീഡിയോ പകർത്താൻ പറ്റിയില്ല, കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ. അങ്ങനെ മൃഗങ്ങളെ കാണുന്നില്ല എന്നൊക്കെ ഇവരോട് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ടൊക്കെയാണ് ഒരു കൂട്ടം ആനകളുടെ മുന്നിൽ വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു സഫാരി ജീപ്പ് കുടുങ്ങിയിട്ടുണ്ട്. ആനകളവിടെ ഒരു ബ്ലോക്ക് ചെയ്ത പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സഫാരി ബസ്സിലെ ബസ്സുകാരൻ പറയുന്നുണ്ട് ജീപ്പുകാരനോട് ഒന്ന് സൈഡാക്കി തന്നാൽ ഞങ്ങൾ മുന്നിൽ പോയിക്കോളാം, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞാലുണ്ട് ആ ടീം നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പിടിയാനകളാണ്. പിടിയാനുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഇവരെന്താ വെച്ചാൽ ഒരു ഡിഫെൻസീവ് സിസ്റ്റം പോലെയാണ്. ഈ കുഞ്ഞിനെ ഉള്ളിലാക്കി വെച്ചുകൊണ്ട് ഇവർ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഈ പുറമെ നിന്നുള്ള അറ്റാക്കിങ്ങിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ജീപ്പിനെ കുറച്ച് ഓടിച്ചു, ഞങ്ങൾ കുറച്ച് ബാക്കോട്ട് വന്നു. പിന്നെ ജീപ്പ് എടുത്ത് പോയി. പിന്നെ ഞങ്ങളൊന്ന് ആനേനെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തൊന്ന് നിർത്തിയിട്ടുണ്ടോ. ഈ ആനക്കൂട്ടത്തിന് എപ്പോഴും ലീഡ് ചെയ്യുന്നത് ആ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരു പിടിയാനയായിരിക്കും കേട്ടോ. പിടിയാനയാണ് ആനക്കൂട്ടത്തിന് എപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിടിയാന ഇങ്ങനെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായി ആ ഒരു ടീമിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. 2 ഭാഗത്ത് ഒരുപാട് ആനകളുണ്ട്. അപ്പം ബാക്കി ടീം കൂടി വരുന്നവരാണ് ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് കാത്തുക കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നേരെ തിരിച്ച് നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് പോകുമ്പോൾ ഒരു ചെറിയൊരു കുളം കണ്ടു, വറ്റാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് ഒരുപാട് ദേശാടന പക്ഷികൾ ഒരുപാട് കൂടി കിടക്കുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് വനത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് ഞങ്ങൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മാറി. മുത്തങ്ങ അല്ലെങ്കിൽ ഈ വയനാട് ഏരിയയുടെ ഏത് ഭാഗത്തെടുത്ത് കാലം അത്രയും ഭംഗിയുള്ള കാടുകളാണ്. നല്ല യാത്രയായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.